കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സംസ്ഥാന പാർട്ടി പദവി നഷ്ടമാകും. ഒരു MLA പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ 2 ചിഹ്നവും നഷ്ടമാകും. അതേസമയം കേരള കോൺഗ്രസ് എം പിളർപ്പ് വെല്ലുവിളികൾ നേരിടുന്നതിനിടയിൽ പാർട്ടി സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ കോട്ടയത്ത് ചേരും. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സംസ്ഥാന പാർട്ടി പദവി തന്നെ നഷ്ടമായേക്കാവുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം പിളർപ്പ് വെല്ലുവിളിയും ഉണ്ടല്ലേ? രോഹിണി, കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കടന്നു പോകുന്നത്. മധ്യ കേരളത്തിന്റെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഒന്നും ഇതുവരെ ഉണ്ടാകാത്ത ദയനീയ തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പാർട്ടി ചെയർമാൻ പാർട്ടി തട്ടകത്തിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടിരിക്കുന്നു. 12 പേരും പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു MLA പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന പാർട്ടി പദവി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി നൽകുന്നതിന് നിഷ്കർഷിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഒരു പാർട്ടി കൈവരിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാന പാർട്ടി പദവി കൈവരിക്കാനും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ഒപ്പം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി പാർട്ടിക്ക് അനുവദിച്ചിരിക്കുന്ന ആ ചിഹ്നം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും അവസാനം നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 MLA ഉണ്ടാവുകയും 6% വോട്ട് പോൾ ചെയ്യുകയും ഈ പാർട്ടി നിഷ്കർഷിക്കുന്ന പാർട്ടി പോൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. 6% വോട്ട് പോൾ ചെയ്യുക, അല്ലെങ്കിൽ 2 MLA ഉണ്ടാവുക. ഇത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇപ്പോൾ ഇല്ല. എല്ലാവരും തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പാർട്ടി പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന ഒന്നാമത്തെ മാനദണ്ഡം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന് മാനദണ്ഡം എന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷനിൽ, ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരു MP ഉണ്ടാകണം, 6% വോട്ട് പോൾ ചെയ്തിരിക്കണം. ഒരു MP എന്ന് പറയുന്നത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന MP ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു MP ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇല്ല. നിലവിൽ ഉള്ള MP പാർലമെന്റ് സീറ്റ് രാജ്യസഭയിലേക്ക് ജോസ് കെ മാണിയുടെ സീറ്റാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന ആ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 6% വോട്ടും ഒപ്പം ഒരു MP ഉണ്ടാവുക എന്നുള്ള മാനദണ്ഡവും പാലിക്കാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സംസ്ഥാന പാർട്ടി പദവി നഷ്ടപ്പെടുകയാണ്. സംസ്ഥാന പാർട്ടി പദവിയിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം 2 എന്നുള്ള ആ തെരഞ്ഞെടുപ്പ് ചിഹ്നവും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നഷ്ടപ്പെടും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും നിയമപരമായി കൈവശപ്പെടുത്തിയ ആ 2 ചിഹ്നം ഇതോടുകൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വഴിവെക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുകയാണ്. കോട്ടയത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. പാർട്ടി ഒന്നിലധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് പിളർപ്പ് വെല്ലുവിളികളാണ്. ഒന്നാമതായി നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായതാണ്. UDF-ലേക്ക് കൊണ്ടുപോകാൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ചില ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ട സാധ്യതകൾ ആരായുകയും ഒക്കെ ചെയ്തതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ട ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം, ഒപ്പം തന്നെ UDF-ലേക്ക് കൊണ്ടുപോകേണ്ടത് LDF-ൽ തന്നെ തുടർന്നാൽ മതി കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് അന്ന് നിർബന്ധ ബുദ്ധി പിടിച്ച റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ, N ജയരാജ് ഉൾപ്പെടെ അടങ്ങുന്ന റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ വലിയ തെരഞ്ഞെടുപ്പ് തോൽവി നേരിട്ട സാഹചര്യത്തിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം റോഷി അഗസ്റ്റിന് മേൽ ജോസ് കെ മാണി വിഭാഗം കെട്ടിവെക്കുന്നുണ്ട്. അന്ന് LDF വിട്ട് UDF-ലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇത്രയും കാലത്തെ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ഈ മുന്നണി മാറ്റം. LDF-ൽ നിന്ന് UDF-ലേക്ക് പോകണം എന്ന് അന്ന് മുന്നണി മാറ്റത്തെ അനുകൂലിച്ച വിഭാഗം ഇപ്പോൾ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു പടപ്പുറപ്പാട്, ഒരു ഭിന്നാത സ്വരങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പിളർപ്പിൻ്റെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം UDF-നൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്തുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അത് പ്രധാനമായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ അസംതൃപ്തരായിട്ടുള്ള നേതാക്കളുണ്ട്. അവരെ UDF പാളയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായും ബോർഡ് കോർപ്പറേഷൻ പദവികൾ നൽകാം, പാർട്ടി പദവികൾ നൽകാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അസ്വസ്ഥരായിട്ടുള്ള നേതാക്കളെ ഇപ്പോൾ UDF പാളയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പിളർപ്പിൻ്റെ സാഹചര്യം ഉണ്ടാക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ വോട്ടുകൾ കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളൊരു ആക്ഷേപം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം ആക്ഷേപം ഉന്നയിച്ചതാണ്. ഈ സമാനമായ ആക്ഷേപം നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വരാനുള്ളൊരു സാധ്യത ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരിച്ചടി
പാർട്ടിക്ക് ഉണ്ടായത്. കേരള കോൺഗ്രസ് മാണി വിഭാഗ സ്ഥാനാർത്ഥികൾക്ക് CPM-ന്റെ വോട്ടുകൾ കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലും ഒരു ആക്ഷേപവും ഉയർന്നു വരാവുന്നതും ഇടതുമുന്നണിക്കുള്ളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ശക്തമായ ഭിന്നത ഉയർത്തുന്നതിന് കാരണമായി മാറും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പിളർപ്പിൻ്റെ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നാളെ പാർട്ടി ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പശ്ചാത്തലത്തിലാണ് നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.